ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. എത്ര വഅദ് പറഞ്ഞാലും കേൾക്കൂല, എത്ര ഉപദേശം കൊടുത്താലും കേൾക്കൂല. നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ ഹൃദയം അല്ലാഹു സീരി വെച്ചിരിക്കുകയാണ്. അകത്ത് കേറൂല, പിന്നെ അകത്ത് കേറൂല. അതിന്റെ കാരണം നീ ഖുർആനിനെ കളിയാക്കിയതാ. അതിന്റെ കാരണം ഖുർആനിനെ നീ നിന്ദിച്ചതാ. അതിന്റെ കാരണം ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല, ആ ഖുർആനിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തില്ല. നീ അതിനെ നിസാരമായി കണ്ടു, നീ അതിനെ സംഗീതം പോലെ കണ്ടു. അല്ലാഹുവിന്റെ കലാം അത് നിന്നെ നന്നാക്കാൻ തന്നതാണെന്നുള്ള ഓർമ്മ നിനക്കില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഖുർആനിനോട് ആ ഖുർആൻ നമ്മളോട് പറയുമെന്നാണ്. ആ ഖുർആൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ആ ഖുർആനിനോട് അല്ലാഹു പറയും, നിനക്കിഷ്ടമുള്ളവർക്ക് നീ സ്വർഗ്ഗം വാങ്ങിക്കൊടുക്ക്, നിനക്കിഷ്ടമുള്ളവർക്ക് നീ സ്വർഗ്ഗം വാങ്ങിക്കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചവര്, ഖുർആൻ പാരായണം ചെയ്തവര്, ഖുർആൻ ആദരിച്ചവര്, ആ ഖുർആൻ കൊണ്ടുപോകുമ്പോഴോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ കലാമിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ. മരണത്തിന്റെ ആയത്തതിന് അർത്ഥം പഠിക്കണമെന്നില്ലല്ലോ. ഞങ്ങളെ പോലെ 7-8 വർഷമല്ലെങ്കിലും 10 കൊല്ലം പോയിരുന്നിട്ട് നിങ്ങൾ കിതാബ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിക്കട്ടെ, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും, ഖുർആനിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ചില ആയത്തുകൾ പാരായണം ചെയ്താൽ നിനക്കറിയാം അതിന്റെ അർത്ഥമെന്താ. ചില ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ഖുർആൻ ഓതാത്ത അറിയാത്ത വാപ്പയ്ക്ക് പോലും അറിയാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഒരു വാപ്പയോട് ഞാൻ പറഞ്ഞു തരണ്ട. മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ ഞാനും നിങ്ങളും പഠിച്ചവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയണം സഹോദരാ. ഒരുപാട് പേര് നന്നായല്ലോ, എന്തേ ചെറുപ്പക്കാരാ നന്നാകാത്തത്? എന്തേ ചെറുപ്പക്കാരാ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്തത്? പണ്ടങ്ങനെയായിരുന്നടോ. അല്ലാഹുവിന്റെ കലാം കേട്ട് നന്നായ ഒരുപാട് പേരുടെ ചരിത്രമുണ്ടല്ലോ. എത്രയോ മോശമായ ജീവിതം നയിച്ചവര്, കള്ളും പെണ്ണും കഞ്ചാവുമായി ജീവിച്ചിരുന്ന എത്രയോ പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്റെ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറയാ. ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വല്ലാത്ത ആരോഗ്യമാണ്. ആ ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സ്വഭാവം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സഹോദരനാണ്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ് ഫുളൈല്. ഫുളൈല് തന്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോ കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല്, ആ പോകുന്ന പെണ്ണിന് ഞങ്ങളെല്ലാവരും നോക്കിയിട്ട് അവളെ വളയ്ക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ എത്ര പരിശ്രമിച്ചിട്ടും ആ പോകുന്ന പെണ്ണിനെ നമ്മൾക്ക് പ്രേമിക്കാൻ കഴിയുന്നില്ല. ആ പെണ്ണ് ഞങ്ങളുടെ വരുതിയിലേക്ക് വരുന്നില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ പെണ്ണിനെ നീയൊന്ന് വളയ്ക്കടാ. ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറയുകയാണ്. ഫുളൈൽ അത് ഏറ്റെടുക്കുകയാണ്. ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകെ നടക്കുകയാണ്. എത്ര പരിശ്രമിച്ചിട്ടും ആ പെണ്ണ് വഴങ്ങി കൊടുക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ പെണ്ണ് സഹകരിക്കുന്നില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഫുളൈലിന് ദേഷ്യമായി, ഫുളൈലിന് വല്ലാത്ത വൈരാഗ്യമായി. കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടുപോകുമല്ലോ. അവസാനം ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? ആരുമില്ലാതെ പാതിരാത്രിയിൽ ഈ പെണ്ണിന്റെ വീടിനകത്തേക്ക് കയറുകയാണ്. ഈ പെണ്ണിന്റെ വീടിനകത്തേക്ക് ഒറ്റയ്ക്കുള്ള സമയത്ത് വീടിനകത്തേക്ക് ബലം പ്രയോഗിച്ച് കയറുകയാണ്. ഈ സുന്ദരിയായ സ്വാലിഹത്തായ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ യഥാ പീഡിപ്പിക്കാൻ പോവുകയാണ്. ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ആരോഗ്യം കാരണം ആ
ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് അവരുടെ രണ്ട് കാലുകൾക്കിടയില് ഫുദൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോയിരുന്നിട്ട് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു പ്രായമുള്ള ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് പ്രായമുള്ള ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ഫുദൈലിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ പാരായണം ചെയ്ത ആയത്തേതാ? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവേ, ചോദിക്കുന്നു ഫുദൈല്, അല്ലാഹുവിന്റെ കലാം കേട്ടോടാ ഫുദൈല്, അല്ലാഹുവിന്റെ കലാം കേട്ടോ ഫുദൈല്. നന്നാകാ സമയമായില്ല, നിനക്ക് നിർത്താ സമയമായില്ല, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താ സമയമായില്ല. ഫുദൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ ഫുദൈൽ എന്ന് പറയുന്ന തെമ്മാടിയായ ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ മുഴുവനും വ്യഭിചരിച്ചിരുന്ന ഫുദൈൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ കണ്ണുകളോട് അവിടുന്ന് പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവസാന ഫുദൈൽ ആരായെന്ന് ചരിത്രം വായിച്ചു നോക്കണോ? ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലെ ഒരായത്തായിരുന്നു. എന്തിനാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആരാണ് ഖത്താബിന്റെ മകൻ ഉമർ എന്നറിയോ? ക്രൂരനായ ഉമർ. ഉമർ നന്നായത് ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് നന്നായത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ ഉമർ എന്നറിയോ? ആരാ ഉമർ എന്നറിയോ? ഉറങ്ങാതെ ഇരിക്കുന്ന മക്കളോട് ഉമ്മമാര് പറയാറുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പേടിച്ച് ഉറങ്ങുമായിരുന്നു. ഉമറിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഉമറിന്റെ അയൽവാസിയായ ഒരു മനുഷ്യനോട് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുമ്പിൽ കെട്ടിയിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഈ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. എന്നാ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. അങ്ങനെ കാട്ടാളനെ പോലെ ജീവിച്ചിരുന്ന ഉമറിന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വഴി തുറന്ന ആയത്തേതാ? വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയാണ് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതെന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണോ? എന്തേ നമുക്ക് മാറ്റം വരുത്താത്തത്? എന്തേ നമുക്ക് മാറ്റം വരാത്തത്? എന്തേ നമ്മൾ നന്നാകാത്തത്? എന്തേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിനെ ഭയമില്ലാതെ പോയത്? മരണവും ഖബറും നരകവും പരലോകവും മസ്റയും സിറാത്തും മീസാനും ഓർമ്മയില്ലാതെ പോകാനുള്ള കാരണം എന്താ? നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു തന്നാ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയുകയാ. തമാശയാണ്, നിസാരമാണ്, നിസാരമാണ്. അതിനെ പരിഗണിക്കുന്നില്ലല്ലോ. അപ്പൊ അല്ലാഹു തന്ന ശിക്ഷ എന്താ? എനിക്കും നിങ്ങൾക്കും തന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ തന്ന ശിക്ഷ എന്താണ്? വഅദ് കേൾക്കാമെന്നിരിക്കുന്ന കണപ്പാപ്പയോട്, ഈ വഅദ് കേൾക്കാമെന്ന ഉപ്പയോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഉമ്മയോട് ഞാൻ ചോദിക്കട്ടെ, വാപ്പാ നിനക്ക് വീടുണ്ട്,
നിനക്ക് കാറുണ്ട്, നിനക്ക് മക്കളുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, അല്ലാഹുവേ നിനക്ക് ഭാര്യയുണ്ട്, അല്ലാഹു നിനക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. കേൾക്കാമെന്ന ഉമ്മ, ധരിക്കാൻ സ്വർണമില്ലേ, കഴിക്കാൻ ഭക്ഷണമില്ലേ, കിടക്കാൻ വീടില്ലേ, നിനക്ക് ഭർത്താവില്ലേ, നിനക്ക് മക്കളില്ലേ, അല്ലാഹു നിനക്കെല്ലാം തന്നല്ലോ, അല്ലാഹു നിങ്ങൾക്കെല്ലാം തന്നല്ലോ. എന്നാ പെങ്ങളെ സമാധാനമുണ്ടോ? എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, നിനക്ക് അല്ലാഹു എല്ലാം തന്നിട്ടും നിനക്ക് സമാധാനമുണ്ടോ? ലക്ഷങ്ങൾ ചെലവഴിച്ച് വീട് പണിതിട്ട് ആ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? നീ തന്നെ പറയുന്നില്ലേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ, മരിച്ചാ മതിയായിരുന്നു പടച്ചവന്. അല്ലാഹു എല്ലാം തന്നിട്ടും നീ പറയുന്നല്ലോ. അതിന്റെ കാരണമെന്തേ മനസ്സിലാകാത്തത്? അതിന്റെ കാരണമെന്തേ മനസ്സിലാകാത്തത്? അല്ലാഹു എല്ലാം തന്നിട്ടും മരിക്കാൻ തോന്നുന്നില്ലേ, മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതിന്റെ കാരണം നിനക്കതൊരു ശിക്ഷയാ സഹോദരാ, നിനക്ക് ശിക്ഷയാ സഹോദരാ, നിനക്ക് ശിക്ഷയാ പെങ്ങള്. ഏതിന്റെ ശിക്ഷയെന്നറിയോ? കുടിച്ചതിന്റെ ശിക്ഷയല്ല, വ്യഭിചരിച്ചതിന്റെ ശിക്ഷയല്ല, പലിശ തിന്നതിന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തതിന്റെ ശിക്ഷയല്ല, അല്ലാഹുവിനെ നിന്ദിച്ചതിന്റെ ശിക്ഷയല്ല, നിസ്കരിക്കാത്തതിന്റെ ശിക്ഷയല്ല. പിന്നെ ഏതിന്റെ ശിക്ഷയെന്നറിയുമോ? അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തതിനു അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ. സിറാജ് ചുമ്മാതെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, ഇത് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണ്. അതിന്റെ കാരണം ഖുർആനിനെ പരിഗണിക്കാത്തതാണ്. ഇതാര് പറഞ്ഞതെന്നറിയുമോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ.